ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിലായിട്ട് വിച്ച്, വാട്ട്, വെൻ, പിന്നെ ഹൗ മെനി, ഹൗ മച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായി പഠിച്ചു. അത് വെറുതെ അങ്ങനെ പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. അത് കുറേച്ച് ഉപയോഗിച്ച് ശീലിച്ചാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മൊത്തം വേസ്റ്റാവും. അത് മറന്നു. അതുകൊണ്ട് കുറേശ്ശെ നമ്മളത് ഉപയോഗിച്ച് ശീലിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ട്രയലാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വാട്ടും ഒരു വെന്നും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് അത്യാവശ്യം കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇതിൽ കിടക്കുന്ന സെന്റൻസുകൾ ഒന്ന് പഠിക്കുക. ഇതേപോലെയുള്ള കൊച്ചു ആൻസറുകൾ പറഞ്ഞ് ശീലിക്കുക. അത് അത്യാവശ്യം നമുക്ക് മലയാളത്തിനിടയിൽ കൂടെ വേണമെങ്കിലും കയറ്റി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് ആ ഇംഗ്ലീഷ് നമ്മൾ കയ്യിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കത് സുഖമായിട്ട് സംസാരിക്കാൻ പറ്റും. സുഖമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു സ്പീച്ച് നടത്താൻ പോവുകയല്ല, നമ്മൾ ഇംഗ്ലീഷ് ആരെയും പഠിപ്പിക്കാൻ പോവുകയില്ല. നമുക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒന്ന് മറ്റൊരാൾക്ക് പറയണം, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വലിയ നിലയിൽ, അതായത് ഒരുപാട് വാക്കുകൾ പഠിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കണം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും ആവാം. പക്ഷെ ആദ്യം നമുക്ക് ഈ ബേസ് വേണം. ഈ ബേസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പറയാൻ ഒരു ധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വീഡിയോയിലേക്കും കിടക്കാം. ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ജെ ആൻഡ് മിസ്റ്റർ കെ ഇങ്ങനെ രണ്ടുപേരാണ്. അവർ തമ്മിലുള്ള ഒരു കുഞ്ഞു കമ്പോഷനാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ജെ, മിസ്റ്റർ ജെ, ഹലോ ഡിയർ ഫ്രണ്ട്, വേർ ആർ യു ഗോയിങ്? അപ്പോൾ നമ്മൾ ജെ ഒരാളത്ത് ചോദിക്കുക, ഹലോ ഡിയർ ഫ്രണ്ട്, വേർ ആർ യു ഗോയിങ്? എവിടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ മിസ്റ്റർ കെ പറയുന്നത് ടു വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, എന്താ ആവശ്യം എന്ന് ചോദിക്കും. പല പല കാര്യങ്ങൾ വില്ലേജ് ഓഫീസ് നമുക്ക് വാങ്ങിക്കാമല്ലോ. ജെ, ഫോർ വാട്ട്? കെ, ടു പേ പ്രോപ്പർട്ടി ടാക്സ്. പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കാനാണ് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോകുന്നത്. എന്നിട്ട് മിസ്റ്റർ കെ എന്ത് ചെയ്തു? ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ഹാവ് യു പെയ്ഡ് ഇറ്റ്? നിങ്ങളത് പേ ചെയ്തു? അതിന് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? യെസ് ഐ പെയ്ഡ് എന്ന് പറയാം. യെസ് ഐ ആൾറെഡി പെയ്ഡ്, നേരത്തെ പെയ്ഡ് ചെയ്തു, നേരത്തെ കൊടുത്തു എന്ന് പറയാം. അങ്ങനെ യെസ് ആൾറെഡി, നേരത്തെ തന്നെ. അല്ലെങ്കിൽ യെസ് യെസ്റ്റർഡേ ഐ പെയ്ഡ് ഇറ്റ്, ഇന്നലെ ഞാൻ അത് കൊടുത്തു എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇനി അടുത്തേക്ക്, ജെ, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി വില്ലേജ് ഓഫീസിൽ പോയതിനു ശേഷം പിന്നെ എന്താ പ്രോഗ്രാം? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം ആഫ്റ്റർ പേയിങ് ടാക്സ്? ടാക്സ് പേ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങളുടെ പ്രോഗ്രാം എന്താണ്? കെ, മിസ്റ്റർ കെ പറയുന്നു, കൺസൾട്ട് എ ഡോക്ടർ. എനിക്കൊരു ഡോക്ടറെ കാണണം. ഒരു ഡോക്ടറെ കാണണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് കാര്യം നമ്മൾ ഉടനെ തന്നെ ചോദിക്കും, അല്ലേ? അപ്പൊ ജെ, വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? കെ, ഐ ഹാവ് എ ബാഡ് കഫ്. എനിക്കൊരു വല്ലാത്ത ചെമ്മ. ഐ കുഡിൻറ്റ്, എനിക്ക് കഴിഞ്ഞില്ല. സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി എനിക്ക് നേരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെമ വന്നാൽ പിന്നെ ഉറങ്ങാൻ നമുക്ക് കഴിയില്ല, അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഐ ഹാവ് എ ബാഡ് കഫ്, ഐ കുഡിൻറ്റ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. ഇത് പറയാൻ എന്തെങ്കിലും പാടുണ്ടോ? ഐ കുഡിൻറ്റ് കഴിഞ്ഞില്ല, ഐ കുഡ് നോട്ട് സ്ലീപ്പ് വെൽ നല്ലവണ്ണം, ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി എനിക്ക് നല്ലവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞില്ല. കഫ് അതറിയാമല്ല, ചുമ. നെക്സ്റ്റ്, ജെ, വാട്ട് ഇസ് ടൈം? ഉടനെ തന്നെ ജെ വിളിക്കുന്നു, വാട്ട് ഇസ് ടൈം? കെ പറഞ്ഞു, ഇറ്റ് ഈസ് 11:30. 11:30. ഉടൻ തന്നെ ജെ പറയുന്നു, ഐ മസ്റ്റ് ഗോ നൗ. അപ്പൊ ജെ കെയുടെ ടൈം ചോദിച്ചു. കെ പറഞ്ഞു, ഇറ്റ് ഈസ് 11:30 അല്ലേ? 11:30 എന്ന് പറയാം, ഇറ്റ് ഈസ് 11:30 എന്ന് പറയാം. അങ്ങനെ കുറച്ചെന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ജെ, ഐ മസ്റ്റ് ഗോ നൗ. എനിക്ക് ഇപ്പൊ തന്നെ പോകണം. സ്വാഭാവികമായിട്ടും എനിക്കൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടെന്ന് ചോദിക്കാം. അവൻ ചോദിച്ചില്ല. ഐ മസ്റ്റ് ഗോ നൗ, ഐ ഫർഗട്ട് ടു പോസ്റ്റ് എ ലെറ്റർ. ഇപ്പൊ തന്നെ പോകണം, ഞാൻ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. ഈ സെന്റൻസ് തന്നെ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഐ ഫർഗട്ട് ടു പോസ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ലെറ്റർ. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ലെറ്റർ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പറയണമെന്നില്ല. ഐ ഫർഗട്ട് ടു പോസ്റ്റ് എ ലെറ്റർ, ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻ്റ് ആകുന്നു. ഇതെല്ലാം നമ്മളെ മനസ്സിന്റെ ഗതി അനുസരിച്ച് ആകുന്നു ആയിരുന്നു എന്ന് നമുക്ക് പറയാം. Okay, then let us go now.
ലെറ്റ് us go now. നമുക്കെങ്കിൽ പോകാം. ആൻഡ് മീറ്റ് ഇൻ ദ ഈവനിങ്. നമുക്കിപ്പോൾ പോകാം, എന്നിട്ട് വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടാം. അപ്പം ഞാൻ ചോദിക്കുകയാണ്, വെൻ, എപ്പോൾ? ഓക്കെ, അറ്റ് 5:30. 5:30 മണിക്ക് നമുക്ക് കണ്ടുമുട്ടാം. ആൻഡ് ഹാവ് എ വാക്ക്. എന്നിട്ട് കുറച്ച് നടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് കൊച്ചു അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പലരും പറയും നമുക്കിതൊക്കെ കേട്ടാൽ മനസ്സാവുന്നുണ്ട്, പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമുക്ക് പറഞ്ഞ് ശീലമില്ല. അതുകൊണ്ട് പറഞ്ഞ് ശീലിക്കുക. ഓക്കെ, ഞാൻ നിർത്തുന്നു. This is Srikumar signing off until meet again with another interesting video.